Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയാറുണ്ട്. അഥവാ സ്തുതിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ബോധ്യത്തിൽ സ്തുതിക്കുമ്പോഴാണ് സ്തുതിയുടെ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഒരിക്കലൊരു പെൺകുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി ഒരു വലിയ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായി പോകുകയാണ്. അവൾ അവിടെ ചെന്ന് വളരെ പരിഭ്രമത്തോടു കൂടി ആ ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ ഇടയിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം അവൾ കാണുന്നുണ്ട്. എല്ലാവരും പരിഭ്രമത്തിലാണ്. ഉയർന്ന ശമ്പളമുള്ള ഈ ജോലി എനിക്ക് കിട്ടുമോ? പെട്ടെന്നാണ് അതുവഴി നടന്നു പോകുന്ന ഒരു മനുഷ്യനെ അവൾ കണ്ടത്. കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് ഒരു അധികാരിയുടെ ഭാവത്തിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യനെ അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഇത് തൻ്റെ ചിറ്റപ്പൻ, താൻ കൊച്ചു പപ്പ എന്ന് വിളിക്കുന്ന ചിറ്റപ്പനല്ലേ ആ പോകുന്നത്? തൻ്റെ ചിറ്റപ്പൻ വളരെ ലാളിത്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയും. എങ്കിലും താൻ എന്താണെന്നോ ആരാണെന്നോ ആരെയും അറിയിക്കാത്ത ഭാവത്തിൽ എളിമയോടെ നടക്കുന്ന ആ ചിറ്റപ്പൻ ഈ കമ്പനിയിൽ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ അവൾക്ക് ചിറ്റപ്പന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ ധൈര്യം തോന്നിയില്ല. എന്നാൽ ഇന്റർവ്യൂ തുടങ്ങുന്നതിനൊരല്പം മുമ്പ് റിഫ്രഷ് ആകാൻ വേണ്ടി ഉദ്യോഗാർത്ഥികളെ അയച്ചപ്പോൾ ആ കമ്പനിയുടെ ഒരു ഇടനാഴിയിൽ വെച്ച് അവൾ അവളുടെ കൊച്ചുപപ്പയെ കണ്ടുമുട്ടി. അവൾ ചോദിച്ചു, കൊച്ചുപപ്പ, എന്താ പപ്പ ഇവിടെ? അദ്ദേഹം പറഞ്ഞു, നീ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, കൊച്ചുപപ്പ എന്താ ഇവിടെ? നീ ആരോടും പറയണ്ട, ഈ കമ്പനി എന്റെ സ്വന്തമാണ്. അവരുടെ മുഖം പെട്ടെന്ന് പ്രകാശം കൊണ്ട് വിടർന്നു. തന്റെ കൊച്ചുപപ്പയുടെ സ്വന്തം കമ്പനി ഒരു MNC മൾട്ടിനാഷണൽ കമ്പനി, ആ കമ്പനിയിലേക്കാണ് താൻ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇത്ര സ്നേഹസമ്പന്നനായ ലാളിത്യമുള്ള കൊച്ചുപപ്പ തീർച്ചയായും ഈ ഇന്റർവ്യൂവിൽ എനിക്കുചിതമായ ഒരു ജോലിയാണിതെങ്കിൽ എനിക്കത് തരുവാൻ വേണ്ടി മുൻകൈ എടുക്കും എന്നവൾക്ക് ഒരു ബോധ്യം ലഭിച്ചു. അവൾ തിരിച്ചു നടന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാനുള്ളവരുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ മുഖം മുഴുവൻ അപ്പോഴും പരിഭ്രമിക്കുകയാണ്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എന്നാൽ ഇവൾ മാത്രം പുഞ്ചിരിയോടെ അവളുടെ കസേരയിൽ ഇരുന്നു. കാരണം എന്താണെന്ന് അറിയണ്ടേ? ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത് അവളുടെ കൊച്ചുപപ്പയാണ്. പിന്നെ അവൾ എന്തിനാ പരിഭ്രമിക്കണം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിലെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നീ ജോലിക്ക് അപേക്ഷിക്കുന്ന കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഇയാളുടെ പേരും നിനക്കറിയാമായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, നിനക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ് ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നത്. അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. നീ സാമ്പത്തികമായി ഏറെ അലയുകയാണോ? എവിടെ നിന്നെങ്കിലും സമ്പത്തിന്റെ ഒരു സഹായം, സാമ്പത്തികമായ ഒരു സഹായം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് നീ വിചാരിക്കുകയാണോ? നീ ഉറ്റുനോക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നീ അറിയണം, ആ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നത് നിനക്ക് വളരെ പരിചയമുള്ള ഒരാളാണ്. അവന്റെ പേരാണ് യേശുക്രിസ്തു. നീ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കിടക്കുകയാണോ? ഡോക്ടർമാർ നിന്നെ പരിശോധിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഉന്നതനായ ഡോക്ടർ എന്റെ സുഹൃത്തായിരുന്നെങ്കിലെന്ന് നീ ആലോചിക്കുന്നുണ്ടോ? എന്നാൽ ആ ആശുപത്രിയുടെ ഏറ്റവും തലപ്പത്ത് അധികാര കേന്ദ്രത്തിലിരിക്കുന്നവന്റെ പേര് ഞാൻ പറയാം. അവന്റെ പേരാണ് യേശുക്രിസ്തു. കാരണം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അധികാരത്തിന് കീഴിലാണ് നീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും മുഴുവനും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇതാണ് നിന്റെ ഉത്തരവാദിത്വം. നീ നിന്റെ സ്വന്തം അപ്പന്റെ കമ്പനിയിൽ, അമ്മാവന്റെ കമ്പനിയിൽ, ചിറ്റപ്പന്റെ കമ്പനിയിൽ, നിനക്ക് വേണ്ടപ്പെട്ട നിന്റെ ജ്യേഷ്ഠന്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ പേരും നിന്റെ വേണ്ടപ്പെട്ട വ്യക്തിയെ ബഹുമാനിക്കുവാൻ തക്കവിധം നീ അവിടെ കാര്യങ്ങൾ ചെയ്യില്ലേ? നീ ആ വ്യക്തിയെ അവിടെ ഏറ്റവും അധികം ബഹുമാനിക്കില്ലേ? അത് നിന്റെ സംസ്കാരം അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും.
യേശുവിനെ ഒരാൾ ആരാധിക്കുന്നത്, ഈ ലോകത്തിന്റെ മുഴുവൻ അധിപതിയായ യേശുവിനെ, സ്വർഗത്തിന്റെ ഭൂമിയുടെയും അധികാരിയായ യേശുവിനെ ഒരാൾ ആരാധിക്കുന്നത് അവന്റെ സംസ്കാരം അനുസരിച്ചാണ്. നിന്റെ സ്വന്തമായ യേശു ഇതിന്റെ മുഴുവൻ അധികാരിയായിരിക്കുമ്പോൾ അവൻ ഏറ്റവും മുമ്പിൽ നിന്ന് ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാണ് നീ. അവൻ അധികാരമുള്ളവനാണ്, അവൻ നിന്റെ സ്വന്തമാണ്. ഈ ബോധ്യത്തില് ആരാധിക്കുക, ഈ ബോധ്യത്തില് ആടിപ്പാടുക. നീ എവിടെയായിരുന്നാലും കരങ്ങൾ അടിച്ചു സന്തോഷത്തോടെ നിനക്ക് സാധിക്കുമെങ്കിൽ ഈ ഗാനം പാടി, നീ ഉൾക്കൊണ്ട് പാടി കർത്താവിനെ നീ ആഘോഷിക്കുക. യേശു രാജാവാണ്, സകലത്തിന്റെയും അധികാരിയാണ്. അവൻ നിന്റെ സ്വന്തമാണ്, അവനെയാണ് നീ ആരാധിക്കുന്നത്. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കുക. നിന്റെ അപ്പൻ, നിന്റെ ജ്യേഷ്ഠൻ, നിന്റെ എല്ലാമായവൻ, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തി കേന്ദ്രമായ ദൈവം. അവനാണ് എല്ലാത്തിന്റെയും അധികാരി. അപ്പോൾ അവനെ സ്തുതിക്കുമ്പോൾ നീ ഏറ്റവും ഊർജ്ജസ്വലതയോടെ സ്തുതിക്കണം. അവനെ ആരാധിക്കുമ്പോൾ നീ സകലതും മറന്ന് ആരാധിക്കണം, അവന്റെ ദൂത സൈന്യ ഗണത്തോടൊപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റം പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റം പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ശക്തിയോടെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. നിന്റെ സമീപസ്ഥനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന കാര്യം നീ മറക്കരുത്. അവൻ എത്ര വലിയ പ്രഭയുള്ളവനാണെങ്കിലും അവന്റെ വിനയം വളരെ ശ്രേഷ്ഠമാണ്. അവൻ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ മടിയില്ലാത്ത ദൈവമാണ്. അവൻ ഇപ്പോൾ നീ ആരാധിക്കുന്നിടത്ത്, സ്തുതിക്കുന്നിടത്ത് നിന്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള സത്യം നീ അറിയുക. അവനെ സ്തുതിക്കുക, അവനത് കാണുന്നു, അവനത് കേൾക്കുന്നു. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ശക്തിയോടെ ആരാധിക്കാം എല്ലാം മറന്ന് യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ.
യേശുവിനെ ഒരുമിച്ച് പാടി അധികാരമുള്ളവനെ കരങ്ങൾ ഉയർത്തി വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വലിയ സന്തോഷത്തോടെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഹല്ലേലൂയ മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഏറ്റുപാടിക്കൊണ്ട് ഹല്ലേലൂയ എല്ലാ ബന്ധനങ്ങളും അഴിക്കുന്ന വലിയ സ്തുതിയുടെ ശബ്ദമാണ് ഹല്ലേലൂയ. അതേറ്റു പറയുന്നവന്റെ ദേഹം മുഴുവൻ വ്യാപരിക്കുന്ന ദൈവിക ശക്തി അവന്റെ മേൽ വന്ന് പതിക്കും. അതേറ്റു പറയുന്നവന്റെ സകല ബന്ധനങ്ങളും അഴിക്കുന്ന ദൈവിക ശക്തി അവന്റെ മേൽ വന്ന് പതിക്കും. വാതുറന്ന് പാടുക ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓശാന മിയ റന്തര മെഷേബേരേലെ. അത്ഭുതകരമായ ദൈവിക ശക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവന് കിട്ടുന്ന അഭിഷേകം, ദൈവത്തെ സ്തുതിക്കുന്നവന് ലഭിക്കുന്ന വിടുതൽ സകലരിലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഏറ്റുപറയുന്ന മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ പാടുന്ന സകലരുടെ മേലും വന്ന് പതിക്കുന്ന സ്വർഗത്തിന്റെ വിടുതൽ നിങ്ങളുടെ മേൽ വന്ന് പതിക്കട്ടെ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന. ദൈവത്തിന്റെ അത്ഭുതകരമായ രോഗസൗഖ്യം കടന്നു വരട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ വലിയ വിടുവിക്കുന്ന ശക്തി, ബന്ധനങ്ങളെ അഴിക്കുന്ന ശക്തി, പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തി കടന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Jesus, we praise you, Lord. We glorify you. നീയാണ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായവൻ. നീ എൻ്റെ സ്വന്തമാണെങ്കിൽ പിന്നെ ഞാൻ ആരിലേക്കാണ് നോക്കേണ്ടത് കർത്താവേ? എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നവൻ എൻ്റെ അപ്പനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ കൂടെയുള്ളവനാണ്. ഓ, ഇത്ര വലിയ സന്തോഷം ഇനി വേറെ എവിടെ നിന്ന് കിട്ടും? പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ദൈവദാസന്മാർക്ക്, ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് അറിയാമായിരുന്നവർക്ക് വലിയ പ്രതിസന്ധികൾ വന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവരുടെ മുമ്പിൽ മാനുഷികമായ ലൗകികമായ ഒരു പോം വഴിയും ഉണ്ടാകാതിരുന്ന സമയങ്ങളിലെല്ലാം അവർ എടുത്തുപയോഗിച്ച ഒരു വലിയ ആയുധമുണ്ട്. അതാണ് സ്തുതി. പത്രോസ് ചങ്ങലകളാൽ ബന്ധിതമായിരുന്ന സമയത്ത്, അവന്റെ മുമ്പിൽ ആ വലിയൊരു ജയിലറ പൂട്ടപ്പെട്ടിരുന്ന സമയത്ത്, വലിയൊരു താഴിട്ട് പൂട്ടിയിരുന്ന സമയത്ത്, തന്റെ മുമ്പിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതിരുന്ന സമയത്ത്, പൗലോസിന്റെ മുമ്പിൽ ജയിലറകൾ അടയ്ക്കപ്പെട്ടിരുന്ന സമയത്ത്, അപ്പോസ്തലന്മാർ ബന്ധിതരായിരുന്ന സമയത്ത് അവർ കണ്ടെത്തിയ പ്രത്യാശയുടെ ഒരു വലിയ അഭിഷേകത്തിന്റെ മാർഗമായിരുന്നു സ്തുതിപ്പ്. അവരെല്ലാം മറന്ന് ചങ്ങലകൾ കൈത്താളങ്ങളാക്കി മാറ്റിക്കൊണ്ട്, വലിയ ഇൻസ്ട്രുമെന്റ്സ് ആയി കരുതിക്കൊണ്ട്, കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും അടിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ നിങ്ങൾ അറിയണം, അവർ ചെയ്ത പ്രവൃത്തി അവർ ദൈവത്തെ സ്തുതിച്ചു എന്നതാണ്. എന്നാൽ ചങ്ങലയ്ക്കപ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? അഴിഞ്ഞു വീഴുക, അഴിഞ്ഞു വീഴുക. ഈ ജയിലറകളുടെ വലിയ വലിയ പൂട്ടുകൾക്കൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇവരുടെ പ്രവൃത്തി ചെയ്തപ്പോൾ അവർ അവരുടെ പ്രവൃത്തി ചെയ്തു, അഴിഞ്ഞു വീണു. സ്തുതിക്കുകയാണ് നിന്റെ പ്രവൃത്തി. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു തടസ്സത്തിനും നീ സ്തുതിക്കുന്ന സമയത്ത് ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടാകും. മാറിപ്പോവുക. കോട്ടകൾ ഉയർന്നു നിന്ന സമയത്ത് ദൈവത്തിന്റെ ശിഷ്യന്മാർ, യേശുവിൽ വിശ്വസിച്ചിരുന്ന യഹൂദർ ജോഷുവയുടെ നേതൃത്വത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. അവർ ആ കോട്ടയുടെ ചുറ്റും നടന്ന് സ്തുതിച്ചു. അപ്പോൾ കോട്ടയ്ക്ക് ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു, ചെയ്യാനുണ്ടായിരുന്നു. ഇടിഞ്ഞു വീഴുക, ഇടിഞ്ഞു വീഴുക. പ്രിയ സഹോദര സഹോദരി, നീ ഇപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നീ ഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നിന്നെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്നതായ നിന്റെ പ്രശ്നങ്ങൾക്കൊരു ജോലി ചെയ്യാനുണ്ട്. നിന്നെ വിട്ടുപോവുക,
നിന്നെ വിട്ടുപോവുക സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആഴമായ വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ നീ ആയിരിക്കുന്നിടത്ത് ഒരുക്കത്തോടെ ആയിരിക്കുക. എല്ലാം മറന്ന് ആരാധിക്കാൻ, സ്തുതിക്കാൻ തയ്യാറെടുത്തു. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ. 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 നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും നിന്റെ കർത്താവിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് നീ അറിയണം. അവൻ അതിനെ നീക്കം ചെയ്യുവാൻ കഴിവുള്ളവനാണ്. പക്ഷെ നിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി ആവശ്യമുണ്ട്. മറ്റൊന്നുമല്ല, വെറുതെ സ്തുതിക്കുക. പാപഭാരം ചുമന്നതാ ദൈവത്തിനും കുഞ്ഞാടു നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിനും കുഞ്ഞാടു നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ദൈവം പരിശുദ്ധൻ. വലിയ വിശ്വാസത്തോടെ പരിശുദ്ധൻ. മാലാഖമാരോട് ചേർന്ന് ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. മാലാഖമാരുടെ ചിറകടികളോട് ചേർന്ന് ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ വീശി ദൈവത്തെ ആരാധിക്കുക. നിന്റെ പ്രശ്നങ്ങൾ നിന്നെ വിട്ടുപോകുകയാണ് കുഞ്ഞേ. നിന്റെ ദുഃഖങ്ങൾ നിന്നെ വിട്ടകലുകയാണ് ഈ നിമിഷങ്ങളിൽ. നീ വിശ്വസിക്കുക, നീ വിടുതൽ പ്രാപിക്കുകയാണ്. നിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം കടന്നു വരികയാണ്. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി, വലിയ അഭിഷേകമായി സമയം കടന്നു വരുന്നതിനെയോർത്ത് സ്തുതിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇറങ്ങുന്നതിനെയോർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായ സകലരുടെ മേലും ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങി വരട്ടെ. രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടട്ടെ. തളർന്നു കിടക്കുന്ന
തളർന്ന ശരീരഭാഗങ്ങൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങൾ, വേദനകൾ, മുഴകൾ എല്ലാം മാറി വലിയ സൗഖ്യമുണ്ടാകട്ടെ. കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഹൃദയഭാരം നീങ്ങി വലിയ ആത്മസന്തോഷം നിറയട്ടെ. എല്ലാം മറന്ന് പാടുക സഹോദര. എല്ലാം മറന്ന് പാടുക സഹോദരി. അവനിൽ ലയിച്ചിരിക്കുക. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിന്നെ അലട്ടിയിരുന്നെങ്കിൽ നീ അറിയുക, നീ സ്തുതിച്ചപ്പോൾ അത് നിന്നെ വിട്ടുപോയി. നിന്റെ കുടുംബത്തിലെ അസമാധാനം നീ സ്തുതിച്ചപ്പോൾ വിട്ടുപോയി. നിന്റെ ഹൃദയഭാരം നീങ്ങിപ്പോയി. ഇനി ദൈവത്തിൽ ആനന്ദിക്കുക എന്നും എന്നും.